പിന്നെ ജയിച്ചിട്ട് നിനക്ക് ഒന്നും ആരും ഒന്നും മേടിച്ചു തന്നില്ല. കൺമണി കേറോ കേറോ. ലോഡും എന്താടാ മണിയാ മറ്റേത് അത് പൈസക്കാരൻ വന്നല്ല. വെയിറ്റ് ചെയ്യാ വെയിറ്റ് ചെയ്യേ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. നീ സംസാരിച്ചിരിക്കണേ, ക്യാഷ്വലി സംസാരിച്ചിരിക്കണേ. ഞാൻ സംസാരിച്ചാ കുണ്ണല്ല കുണ്ണാന്നും പറയാം. ഞാൻ വല്ല വിളിച്ചു പറയുകയും ചെയ്യും. ഇതോടാ SRK സംസാരിച്ചിരിക്കണേ ഉണ്ണിക്കുട്ടനോട്. ഉണ്ണി എന്ത് അവൻ വന്നാ? വരും വരട്ടെ വരട്ടെ. നേരാ നേരാ പഠിച്ചെടുക്കാൻ പാടാ തിരനിറച്ചത്തോ. ഹലോ, ആര് വന്ന? അതിനാരും വന്നില്ലല്ലേ. ബോബ് വന്നായിരുന്നു. ബോബ് കണ്ടായിരുന്നു. ഇല്ല കണ്ടില്ല. കാണുന്നില്ല അണ്ണാപ്പി. ഫേസ് ക്യാം എവിടാ? ഹലോ ഹലോ ഉണ്ണിക്കുട്ടാ കെട്ടി കൊടുപ്പാണാടാ. കാണുന്നില്ലല്ലോ. ഒന്ന് സ്ക്രീൻ ഒന്ന് ഇതൊക്കെ എങ്ങനെ മിനിമൈസ്. ഡിസ്കോഡ് മിനിമൈസ് ചെയ്യാനോ അതോ? അതെ. പിന്നെ ലൈവ് മിനിമൈസ് ചെയ്യാനാ. അതല്ലോടാ പുതിയ ഡ്രസ്സാണ് ഉണ്ണിക്കുട്ടാ. അതിന് പുതിയതല്ലേ? ചേട്ടന്റെ ആണ് ഞാനിങ്ങടുത്ത്. ജയിച്ചിട്ടൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല. അത് അങ്ങനെ ഒരു മറുപടി അല്ലല്ലോ നമുക്ക് വേണ്ടുന്നേ. ജയിച്ചിട്ട് നല്ല ജയിച്ചിട്ടൊന്നുമില്ല. ഒന്നുമില്ലേ? എന്താടാ അവൻ വന്നപ്പോ എന്റെ മുഖം അങ്ങ് മാറി. എന്താടാ പേടിയാണോ അവനെ? അല്ല പിടിച്ചിടേണ്ടത്. ഓൾറെഡി അറിയായിരുന്നു എനിക്ക്. അല്ല ചേട്ടൻ അന്ന് ലൈവ് ഓർഡർ കൂട്ടുകാരും ഇന്നും അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെ 17 കാണിച്ചു. അറിഞ്ഞില്ലല്ലോ. ചേട്ടൻ ഇന്നലെ അച്ഛനെ കണ്ണടച്ച് എണീറ്റ് പോടാ. റിയാക്ഷൻ ഇല്ലാതെ ഒരുമാതിരി ഒരെണ്ണം അവന്റെ ചെവി കുറ. അവന്റെ ചെവി കുറ. തിരിച്ചു വരടാ. പൊട്ടിക്കണ്ടെന്ന് പറ. മേടിക്ക്. വേണ്ട. അടുത്ത സർപ്രൈസ് വീട്ടിലോട്ട് തരാം. എന്നിട്ട് പൊട്ടിക്കരുത്. ആർട്ടിഫിഷ്യലായിട്ട് ഒന്നുകൂടെ അഭിനയിക്കാൻ പറ. ഞാൻ തരുമ്പോ ഞെട്ടണേ. ഗ്രാൻഡോട്ടിക്കണേ. കരയൊക്കെ ചെയ്യണേ. അങ്ങനെ വീഡിയോ ഒക്കെ ഇറങ്ങണേ. എന്താ റാൻഡോട്ട് സംസാരിക്കണേ. എടാ കണ്ടന്റ് ക്രിയേറ്റർ അല്ലേടാ. പിന്നെ ജയിച്ചിട്ട് നിനക്ക് ഒന്നും ആരും ഒന്നും മേടിച്ചു തന്നില്ലെന്ന്. കെട്ടിപ്പിടിച്ചു. അൺബോക്സ്. ഇതിപ്പോ നടക്കാൻ പോകുന്നത് ഞാൻ പറയാം. ഇത് വിവരം എടുക്കും. എന്നിട്ട് ഇവന്റെ ഇരിക്കുന്ന ഒരു പഴയ ഒരു ആൻഡ്രോയിഡിന്റെ ഫോണുണ്ട്, അത് വിവരം കൊടുക്കും. എടുക്കണേ.
വാശിപ്പൊക്കെ ഉള്ള ഫോണൊക്കെയാണ് 10ാം ക്ലാസ് 40,000 ഫോണൊക്കെ ഇച്ചിരി കൂടുതലല്ലേ? കൂടുതലല്ലേടാ. നീ 10ാം ക്ലാസ് വെച്ച് മറ്റേ ബൈക്കല്ലാണ് എടുത്തത് ഹിമാലയൻ. 3.5 ലക്ഷം രൂപയുടെ സാധനമല്ലാണ് എടുത്തത്. ഒച്ച ASMR അവിടെ എന്ത് ഊമ്പി അൺബോക്സിംഗ് ആണ് ഈ പൂ. ഇങ്ങനെ മറ്റേ ഇങ്ങനെ തട്ടണം ഇങ്ങനെ പിന്നെ വിരലൊക്കെ വെച്ചിങ്ങനെ അങ്ങനെ പൊക്കി തിരിച്ചു കാണിക്കുക. ഇതൊക്കെ കാണിക്കണ്ടേ? ഒരു ഫോൺ മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞ അവനെ ഇങ്ങനെ നിർത്തി. എടാ ഞാൻ പറഞ്ഞു ഇതൊക്കെ വൺസിന്റെ ലൈഫ് ടൈം മൂവ്മെന്റ് ഒക്കെ ചെയ്ത് മനസ്സിലായോ. ഇനിയിപ്പോ അവന് ഫോൺ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി അവൻ സ്വന്തമായിട്ട് മേടിക്കണ്ടേ അവനൊക്കെ. പെട്ടി ചാർജർ ഉണ്ടോ? പെട്ടിയില് പെട്ടി ഒന്ന് കാണിച്ചാ. പെട്ടിയിൽ എന്തൊക്കെയുണ്ട്? പൊക്കി പൊക്കി കാണിച്ചിങ്ങനെ കാണിച്ച ഹെഡ്സെറ്റ് ഞാൻ എടുത്തോളാം. ഇതെന്താ? 2 സ്റ്റിക്കർ ഉണ്ടേ, 3 സ്റ്റിക്കർ ഉണ്ടേ. ഉണ്ടറാ. ഇതെന്താണോ ഇത്? ചാർജർ തന്നെയാണോ ഇത്? ചാർജർ ഉണ്ടോ? നോക്കിയേ എന്തത് ഇവന്റെ മുഖത്തിന്റെ എത്ര ഉണ്ട്? മുട്ട് വരെ ചാർജർ 120 വോൾട്ട്. വയറുണ്ടാ. അയ്യോ ഉണ്ണിക്കുട്ടാ, സിം ഇജക്ഷൻ ടൂള്, തലയോ കവറൊക്കെ ഉണ്ടേ. അവനൊരു സന്തോഷമില്ലടാ. ഐഫോൺ പ്രതീക്ഷിച്ചിട്ട് ഈ ഫോൺ കിട്ടിയെന്നുള്ളതാണ് അവന്റെ മുഖത്ത്. സത്യല്ലേ? ഷവർമ പ്രതീക്ഷിച്ചിട്ട് മത്തിക്കറി കിട്ടുമ്പോ അവൻ എങ്ങനെ ഇരിക്കണ ഫീലിങ്സ്? സന്തോഷമായെന്ന് ചോദിച്ചേ. സന്തോഷാടാ. സന്തോഷം ആണോ? 120 FPS പബ്ജി ഒക്കെ പറക്കും. എനിമിയെ കാണുന്നതിന് പേടി വെച്ചിടാം. പ്ലസ് ടു തോറ്റ ഇത് തിരിച്ചു പിടിക്കും പറ. +2 തോറ്റ ഫോണും ഇല്ല പഠിത്തം ഇല്ല. നമ്മുടെ മാമൻ വരത്തില്ലേ മറ്റേ മീന്റെ വണ്ടിയൊക്കെ അടിച്ച് പുള്ളിക്ക് ക്ലിയർ ആയിട്ട് കയറ്റി വിടും. സ്ക്രീൻ എന്താ? ഞാൻ ഫോണിലെല്ലാം പിടിപ്പിച്ചു തരാം. സ്ക്രീൻ കാണുന്നത് പോയേ. ഇതൊക്കെ തന്നെ മേടിച്ചോണ്ടീന അല്ലേ? അച്ഛനോട് പറയാൻ പറ. ഇത് എന്തത് ഫോണ്? 40,000 ഫോണിന് 100 രൂപ ചെലവാക്കാൻ വൈകി അവനാ ഫോൺ അർഹിക്കുന്നില്ല. തിരിച്ചു പിടിക്കും എല്ലാം ആ പെട്ടിയിലാക്കി തിരിച്ച് പാക്ക് ചെയ്യണം. തിരിച്ച് പാക്ക് ചെയ്ത് പിക്കിങ് ഞാൻ മറിച്ച്. സർപ്രൈസ് ഷോക്ക് ഇതുവരെ പോയിട്ടില്ലേ? അതെ സർപ്രൈസ് ഷോക്ക് ഇതുവരെ പോയിട്ടില്ല. ആണല്ലേ? ഓയേ എന്നെ ആക്കുവാടാ. ഓരോ വലിയമാർക്കടാ ഇങ്ങനെ ഫോൺ മേടിച്ചു കൊടുക്കുമ്പോ അവര് ചെട്ടും. വീഡിയോ കിട്ടില്ലേ? ഒന്ന് അടിച്ച റീലെ കാണുക, ഒന്ന് പ്ലാൻ ചെയ്ത് ചമ്മി നാറി അളിഞ്ഞു പോയല്ലേ പോയി. ലൈവിൽ കാണിച്ചടാ. ഇവന്റെ ഏതൊരു കൂട്ടുകാരൻ അപരാധി ഉണ്ട്. അവൻ ഇപ്പോഴും ലൈവിൽ നിന്ന് കാണുന്നുണ്ട്. അവൻ ഇവൻ അയച്ചു കൊടുത്തു. ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അതെടുത്ത് കാണിച്ചു കൊടുത്തേക്കുന്നു. സ്ക്രീൻഷോട്ടോട് ഇവൻ അയച്ചു കൊടുത്തിട്ട് 17-ാം തീയതി ഫോൺ വരില്ലോ എന്തോ വേണോന്ന് ഇവന്റെ അടുത്ത് വന്നിട്ട് അവൻ മെസ്സേജ് ഇട്ട് പറയാ. പിന്നെ അവൻ അറിയാടാ, അവൻ അതിന്റെ അകത്ത് ഡേറ്റ് വരെ ഒരു ഫോൺ കിട്ടുമെന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഡേറ്റ് വരെ അവൻ സൂം ചെയ്ത് നോക്കുമെന്ന് എനിക്ക് അറിയാം. പക്ഷെ അവൻ ഇന്ന് വന്നെന്ന് അറിഞ്ഞിട്ടില്ല. എന്റെ കൈ കിട്ടിയെന്ന് അറിഞ്ഞില്ലല്ലോ. അതറിഞ്ഞില്ല. നോട്ടിഫിക്കേഷൻ വന്നു സർപ്രൈസ് സ്ട്രീം. എങ്ങനെയാടാ കണ്ണ ഇങ്ങനെ എനിക്ക് മാത്രമാണ് ഇങ്ങനെ പറ്റുന്നത്. എന്തിനാ അവൻ അവിടെ ഇങ്ങനെ ഇരുത്തി വെക്കണെന്ന് എണീപ്പിച്ചു. അപ്പോ അച്ഛന്റെ റിയാക്ഷൻ. അച്ഛനെ അയ്യോ ഞാനില്ലാന്ന് പറഞ്ഞ ചേട്ടാ. ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞ ഒരു അക്ഷരം കൊണ്ടൂല്ലേ. എടാ നിനക്ക് എന്താ പറയാറുള്ളത്? ഇത് നീ പ്രതീക്ഷിച്ചിരുന്ന എന്തായിരുന്നു? ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര സർപ്രൈസ് ആയി. ഐഫോൺ പ്രതീക്ഷിച്ചെന്നായിരുന്നല്ലോ പറഞ്ഞേ. ഐഫോൺ പ്രതീക്ഷിച്ചെന്നായിരുന്നല്ലോ. ഐഫോൺ ഒന്നും ഇപ്പഴ വേണ്ടെന്ന് വെച്ചു. വേണ്ടെന്ന് വെച്ചില്ല, കിട്ടിയില്ലെന്ന് വെച്ചു. അല്ല ഇനിയിപ്പം അടുത്ത ചേട്ടൻ്റെ അടുത്തൊരു ഗിഫ്റ്റ് കിട്ടണമെന്നുണ്ടല്ലോ, അതെന്തായിരിക്കും നീ എന്ന് എന്റെ മൈൻഡിൽ ഒരു ഡ്രീം കാണുമല്ലേ? ഇനിയും ഗിഫ്റ്റ് ഇല്ല. അച്ഛന് ഫോൺ കാണിച്ചോട്. എന്ത് ഗിഫ്റ്റ്? ഇതിന്റെ EMI ഉണ്ടല്ലോ പോയേ, ഞാൻ അടച്ചു തീരണം 6 മാസം കൊണ്ട്. എന്ത് കൊടുത്തെന്തറാ? ഐഫോൺ 17 Pro. ഐഫോൺ അല്ലാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ബോബോയ്. അച്ഛനോടെ? അച്ഛൻ വന്നില്ല. അങ്ങനൊന്നും എടുക്കരുത്. ഫോൺ എടുത്ത് കൈ പിടി. അതൊക്കെ പോവും. ഫോണൊക്കെ പോവാനാ. അതൊക്കെ
ആറ്റിറ്റ്യൂഡൊക്കെ കണ്ട. ഓ നമ്മുടെ ജനറേഷൻ ഒന്നും അല്ലടാ, ഇതൊക്കെ വേറെ നമുക്ക് ബന്ധമില്ലാത്തൊരു ജനറേഷൻ ആണ് ഇവരുടെ. ഇവൻ ജെൻ ആൽഫയാണാടാ. എനിക്ക് അറിഞ്ഞോളിയാ. എന്നാ അത് ഇട്. ഇവൻ ഏതാ 2000 ഏതാടാ? ഇവനോ? അല്ലേ ആ. 6 7 എന്തോ അല്ലേ? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചേടാ. എടാ ഇവൻ 2010. ജെന്നാടാ. ജെൻസിയ ജെൻസിയാ. ജെൻസിയ 10ന് ശേഷമാണ് ജെൻ ആൽഫ. ആ അല്ല 2013 കഴിഞ്ഞാൽ ആൽഫ. ആണോ? അല്ലല്ലല്ല 13 കഴിഞ്ഞാൽ ആൽഫ. അപ്പൊ 10ന് ശേഷം എന്തുവാ? 10ന് ശേഷം ജെൻസി, 13 വരെ ജെൻസിയ. അപ്പൊ 13ന് ശേഷം 13 ജെൻ ആൽഫ. 13 ജെൻ ആൽഫ ഇനി എന്തോ? ജെൻ ആൽഫ ഇനി എന്തോ ഉള്ളേ? ബീറ്റ 20 23 20 കഴിഞ്ഞാൽ ഈ ബീറ്റയാ. ബീറ്റേ ജെൻ ബീറ്റയോ അങ്ങനെയൊക്കെ ഉണ്ടോ? ആ ഇപ്പൊ ഇറങ്ങിയ പുതിയ ടേമാ ബീറ്റ. അപ്പൊ മുച്ചിരി ബീറ്റയാണാടാ. അതെ ഞാൻ ബീറ്റയാ. ബീറ്റ രസമുണ്ടല്ലോ കേക്കാൻ. ബീറ്റ എന്ന് വിളിച്ചേ. ബീറ്റ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊക്കെ ജെൻസി ആയി പോയില്ലോടാ. ഫോൺ കിട്ടിയതിനെ കുറിച്ച് 2 വാക്ക് വാക്ക് ലൈവിലുള്ള പറ. അവര് കാരണമാണ് കിട്ടിയത്. ആ വേറെ കാര്യം പറ. വളരെ സന്തോഷം, ഉം. ഭയങ്കര ഹാപ്പിയാണ്. ആ അല്ലേ, ഇംഗ്ലീഷ് മലയാളം അല്ലേ ഇപ്പൊ പറഞ്ഞേ? ഫോണും ചട്ടയും പട്ടയൊക്കെ എടുത്തോണ്ട് പോ 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 പോ. എനിക്ക് സിറ്റിയിലൊക്കെ ആണോ? നീ ഫോണില്ലാന്ന് പറഞ്ഞ കരണ്ട. അച്ഛനും മേടികളുണ്ട് കാണിക്കും. നാളെ ചിലപ്പോ ബൈക്ക് വേണമെന്ന് പറഞ്ഞാലോടാ. ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ കുനിഞ്ഞിരിക്കാൻ പറയാം. കുനിഞ്ഞിരുന്ന് കണ്ടി അടിക്കണമെന്ന് ഞാൻ പറയാം. ആ ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ അവന് ആഗ്രഹമില്ല ഒരു വേണ്ട, 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 വേണ്ട. അല്ലെങ്കിൽ ഒരു ഈ വീട്ടിൽ ബൈക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മാത്രം, ബാക്കി എല്ലാം അനുവദിക്കും. കാറ് വേണം എടുത്തു കൊടുക്കും, പക്ഷേ ബൈക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ചെറുക്കന്റെ ആഗ്രഹമല്ലേ ഒരു 900 cc ഒരു വണ്ടി എടുത്തോണ്ട്. വേണ്ട, 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 വേണ്ട. നീ അങ്ങ് തൊലിച്ചാ മതി, മനസ്സിലായോ? ശരി 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 സിറ്റിയോ സിറ്റിയോ. പൂക്കൾ പൂക്കും